ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു പടത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ പടം കണ്ടു, ഇപ്പോൾ കുറേ ദിവസമായി ഇറങ്ങിയിട്ട് ഇപ്പോഴും സക്സസ്ഫുള്ളി മൂവി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ആക്ഷൻ, ഒരു കോമിക് പടമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു മൂവി. ഷറഫുദ്ദീനും പിന്നെ അനുപമ പരമേശ്വരനും പിന്നെ വിനയ് ഫോർട്ടും അങ്ങനെ ഒരു പ്രേമം മൂവിയിലുള്ള മിക്കവാറുമുള്ള എല്ലാ ആക്ടേഴ്സും ഈ ഒരു മൂവിയിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു മൂവിക്ക്. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാലോ, സംഭവം അടിപൊളിയാണ്. വലിയ ലോജിക്കൊന്നും വെച്ച് കാണാൻ പറ്റിയൊരു പടമൊന്നുമല്ല. നിങ്ങൾ വിത്തൗട്ട് ലോജിക്കൽ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതൊരു ആക്ഷൻ കോമഡി പടമാണ്. നമ്മുടെ സയ്യേണി മൂസ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ വലിയ ലോജിക്കൊന്നും വെച്ചിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ മാക്സിമം ലോജിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. അത് നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ തന്നെ അത് അത്രത്തോളം അവർ എഫേർട്ട് ഇട്ടിട്ട് അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ കുറേ ഞാൻ ഇൻസ്റ്റയിൽ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കുറേ പയ്യന്മാരെ എനിക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റി. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തന്നൊരു കാര്യമാണ്. സോ ഞാൻ ഇവരുടെയൊക്കെ ബിഗിനിങ്ങിൽ, അതായത് ഇവരൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആദ്യ ടൈമിൽ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഫൺ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ആ അഭിനയവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് ആ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പം സോ ദാറ്റ് ഈസ് മൈ സക്സസ്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകിയൊരു കാര്യമാണ്. എടാ, നമ്മൾ ചെയ്തിട്ടുള്ളവരൊന്നും വെറുതെക്കാരല്ലല്ലോ. എല്ലാവരും വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ബിഗ് സ്ക്രീനിലോട്ടൊക്കെ പോയി അവരെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അത്രയൊക്കെ അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് ചെയ്ത്. എൻ്റെ നാട്ടുകാരൻ ഒരാൾ, എൻ്റെ ഫ്രണ്ട്സിൽപ്പെട്ട ഒരാൾ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവനാണ് എന്നെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, ബ്രോ എടാ ഞാൻ ഒരു പടത്തിൽ അഭിനയിച്ചായിരുന്നു കേട്ടോ, അത് റിലീസ് ചെയ്തിട്ടുണ്ട്, നീ പോയി കാണണേ എന്ന് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു അവൻ ഈ ഒരു പടത്തിൽ ഉണ്ടായിരുന്നെന്ന്. അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം എസ്പെഷ്യലി അവൻ ഇങ്ങനെ എന്നോടൊന്ന് സജസ്റ്റ് ചെയ്തു. അതിന്റെ പേരിലും പിന്നെ ഇതിന്റെ കുറെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോളിംഗ് സ്ക്രീനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമല്ലോ, അങ്ങനെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഒരു പടത്തിന് കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് ഞാൻ കാണാൻ വേണ്ടി പോയത്. പക്ഷേങ്കിൽ ഞാൻ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയതും ഈ സിനിമ കണ്ടതും. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മൂവിയുടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്തിൽ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത് ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനുമാണ്. എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീന്റെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന പടങ്ങളെല്ലാം അടിപൊളിയാണ്. ഒരു നല്ല ആക്ടിങ് പുള്ളി ഇതിനകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരിയസ്നെസ്സും ആ ഒരു ഡെഡിക്കേഷനും ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അനുപമ പരമേശ്വരനെ നമുക്കറിയാം, പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെ വന്നിട്ട് പെട്ടെന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കിടിലൻ ആക്ടറാണ്. ഒരു അനുപമയുടെ ഒരു ക്യൂട്ട് കംബാക്ക് എന്ന് വേണം നമുക്ക് ഈ ഒരു മൂവിയിലൂടെ പറയാൻ പറ്റും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അനുപമയുടെ ഈ ഒരു മൂവിയിലെ ആക്ടിങ് സംഭവമൊക്കെ. ഒരു രസമുണ്ടായിരുന്നു. പിന്നെ വിനയ് ഫോർട്ട്, അതായത് പറഞ്ഞ ഒരു പ്രേമം മൂവിയിലുള്ള ഒരു കോമ്പിനേഷൻ ഇതിനകത്തിൽ എല്ലാവരോടും ഒരുമിച്ച് വരുന്നൊരു സംഭവമുണ്ട്. ഭയങ്കര രസമാണ് ആ ഒരു സീനൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണാൻ കൊതിച്ച കുറേ പേര് ഒരുമിച്ച് നിന്നൊരു ഫ്രെയിമിൽ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു. ഞാൻ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പടം. ഒരു രസമുണ്ട്. ഒരു റോൾ ഈ പടത്തിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അഭിനയിച്ച് തകർക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയൊരു പടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെയൊക്കെ ഒരു ക്യാരക്ടറിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു മൂവിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നിയത്. പിന്നെ ഇതിനകത്തിൽ ഞാൻ പറയാൻ മറന്നുപോയത്, നമ്മുടെ ഫ്രണ്ട് സജിൻ ജോൺ എന്നാണ് പുള്ളിയുടെ പേര്. ക്ലാസ്സിലെ അധ്യാപകനായിട്ടാണ് പുള്ളി അതിനകത്തിൽ വരുന്നത്. അപ്പം നമ്മുടെ ഫാമിലി ആയിട്ട്, കൊച്ചു പിള്ളേര് അങ്ങനെയൊക്കെ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ പണ്ടത്തെ ദിലീപേന്റെ പടങ്ങളൊക്കെ കാണുന്ന ഫീലിൽ നമുക്ക് പോയിരുന്ന് കാണാൻ പറ്റിയൊരു കിടിലം പടമാണ്. സോ കമ്പാരിറ്റീവ്ലി പടം സക്സസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. മേ ബി നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളും പോയി കണ്ടു നോക്ക്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ മൂവി കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല തിയേറ്ററുകളിൽ പോയിട്ട് മൂവി കാണാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വീണ്ടും നമുക്കൊരു കിടില മൂവിയുടെ വിശേഷമായിട്ട് കാണാം. ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂപ്.